കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 132 പേർ മരിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. ചോക്കോ പ്രവിശ്യയിൽ സാൻജോസ് ഡെൽ പൽമാർ ഗ്രാമത്തിനടുത്ത് 103 കിലോമീറ്റർ ആഴത്തിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഓഗസ്റ്റ് 10 രാവിലെ പ്രാദേശിക സമയം 7:34 ഉണ്ടായത്. പടിഞ്ഞാറൻ കൊളംബിയയിലുടനീളം 100 കണക്കിന് മൈലുകൾ ചുറ്റളവിൽ ഭൂചലനം അനുഭവപ്പെട്ടു. അയൽ രാജ്യങ്ങളായ വെനസ്വേല, ഇക്വഡോർ, പനാമ എന്നിവിടങ്ങളിലും പ്രകമ്പനം റിപ്പോർട്ട് ചെയ്തു. ഭൂകമ്പത്തിൽ 480-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും 1500-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഭൂചലനത്തിന്റെ ആഘാതത്തിൽ രാജ്യത്തെ നിരവധി കത്തോലിക്ക ദേവാലയങ്ങളും പുരാതന നിർമ്മിതികളും ഭാഗികമായി തകരുകയും കെട്ടിടങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുകയും ചെയ്തു. കൊളംബിയയിലെ ഏറ്റവും ഉയരം കൂടിയ ഔർ ലേഡി ഓഫ് ദി റോസറി കത്തീഡ്രൽ ബസിലിക്കയ്ക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. ഇതിന്റെ ഒരു ഗോപുരവും മുകളിലെ കുരിശും തകർന്നു വീണു. കാപ്പി കൃഷി മേഖലയായ പെരേര നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. മെട്രോപൊളിറ്റൻ പ്രദേശത്ത് മാത്രം 40ഓളം പേർ മരിക്കുകയും 65 കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു. നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലി, മാനിസാലസ്, കിബിഡോ, മെഡ്ലിൻ തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി. കാലിയിൽ മാത്രം 32 കെട്ടിടങ്ങൾ തകർന്നു വീണു. പെരേര, മാനിസാലസ് തുടങ്ങിയ വിവിധ പ്രാദേശിക വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ അബൻലാഡു ഡീല രാജ്യത്ത് ദേശീയ ദുരന്ത സാഹചര്യം പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ബജറ്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. കൊളംബിയയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി US-ഉം യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉദ്യോഗസ്ഥരെയും സാങ്കേതിക സഹായങ്ങളും നൽകുമെന്ന് ലോകരാജ്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.